എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 173 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അടുത്ത പേജ്, അതായത് 174 മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? വെൻ ഈക്വൽ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക് സ്ക്വയേഴ്സ് ആർ മെയ്ഡ് ഇൻ ടു ഡിഫറെന്റ് വേസ് ആസ് ഇൻ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് യൂസ്ഡ്? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് നമ്മൾ നോക്കിയ കഴിഞ്ഞ ക്ലാസ്സിൽ തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സമചതുരങ്ങൾ ഉണ്ടാക്കി അല്ലെ. രണ്ട് രീതിയിൽ നമ്മൾ സമചതുരങ്ങൾ ഉണ്ടാക്കി അല്ലെ. രണ്ട് തരത്തിൽ ഉണ്ടാക്കുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിൽ എത്രയാണ് വ്യത്യാസം വരിക എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ രണ്ട് തരത്തിൽ സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ തീപ്പെട്ടിക്കൊള്ളിയുടെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇതേപോലെ എഴുതാം. നോക്കിയാൽ ഇപ്പോൾ സ്ക്വയേഴ്സ് അല്ലേ, സമചതുരങ്ങൾ. ഇവിടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ രീതി, പിന്നെ മാച്ചിസ്റ്റിക്സ് നമുക്കറിയാം എന്താണ് തീപ്പെട്ടിക്കോലുകൾ അല്ലേ. ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം. നമ്മൾ നോക്കിയാൽ ആദ്യം ഒരു സ്ക്വയർ അല്ലേ. ഫസ്റ്റ് സ്ക്വയർ എങ്ങനെ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ. അതായത് നോക്കിയാൽ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചു അല്ലേ, ഇങ്ങനെ വെച്ചു ഫസ്റ്റത്തെ രീതി. സെക്കൻഡ് രീതിയിൽ ഇങ്ങനെ തന്നെ വെച്ചല്ലേ. രണ്ടാമത്തെ രീതിയിൽ ചെയ്തപ്പോൾ ഇതേപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളി വെച്ചു, ഓർമ്മയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വന്നു. ഇങ്ങനെ വെച്ചപ്പോഴും 4 എണ്ണം വേണ്ടി വന്നു, ഇങ്ങനെ വെച്ചപ്പോഴും 4 എണ്ണം വേണ്ടി വന്നു അല്ലേ. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഇങ്ങനെ വെച്ചപ്പോഴും 4 എണ്ണം, ഇങ്ങനെ വെച്ചപ്പോഴും 4 അല്ലേ. വ്യത്യാസം ഇല്ല. അതായത് നമുക്ക് ഡിഫറൻസ് വ്യത്യാസം 0. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് രണ്ട് സ്ക്വയർ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? ആദ്യം നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒരു സ്ക്വയർ വെച്ചു അല്ലെ. തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ സ്ക്വയർ വെച്ചു. പിന്നെ നമ്മൾ ഇങ്ങനെ അല്ലെ, ഓർമ്മയില്ലേ? ഇങ്ങനെയാണ് അടുത്ത സ്ക്വയർ ഉണ്ടാക്കിയത് അല്ലേ, തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളികൾ ആവശ്യം വന്നു? ഈ രീതിയിൽ വെച്ചപ്പോൾ രണ്ട് സ്ക്വയർ ഉണ്ടാക്കാൻ ഇവിടെ 4 ഇവിടെ 4 അല്ലേ, 8 എണ്ണം ആവശ്യം വന്നു. 8 എണ്ണം അല്ലേ. പിന്നെ നമ്മൾ അടുത്ത രീതിയിൽ എങ്ങനെ വെച്ചത്? ഇതാ ഇങ്ങനെ വെച്ചു അല്ലേ, ഇങ്ങനെ വെച്ചു. പിന്നെ ഇത് കൂട്ടി ഇങ്ങനെയും വെച്ചു. ഇപ്പോഴും നമുക്ക് രണ്ട് സ്ക്വയർ കിട്ടി അല്ലേ. ഇപ്പം എത്ര തീപ്പെട്ടിക്കൊള്ളി ആവശ്യം വന്നു? 1 2 3 4 5 6 7 എണ്ണം ആവശ്യം വന്നുള്ളൂ അല്ലേ. അപ്പോൾ 7 എണ്ണം. 8 എണ്ണം വേണ്ടി വന്നു, ഇവിടെ 7 എണ്ണം വേണ്ടി വന്നുള്ളൂ. അതായത് വ്യത്യാസം എത്രയാണ്? ഒരെണ്ണം അല്ലേ. ഒരു തീപ്പെട്ടിക്കൊള്ളി നമുക്ക് കുറവ് മതി ഇങ്ങനെ വെക്കുമ്പോൾ. ഇനി നമുക്ക് നോക്കിയാൽ 3 സ്ക്വയർ ഉണ്ടാക്കാനോ? നമ്മൾ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനെ വെച്ചു അല്ലേ, ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ടാക്കി. ഇതാ ഇങ്ങനെ വെച്ചു, പിന്നെ ഇങ്ങനെ വെച്ചു അല്ലേ, ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് ഈ 3 സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വന്നു? 4 × 3 അല്ലേ, 12 തീപ്പെട്ടിക്കൊള്ളി നമുക്ക് വേണ്ടി വന്നു. ഇനി ഇത് തന്നെ നമ്മൾ വേറെ രീതിയിൽ ഉണ്ടാക്കിയാലോ? എങ്ങനെ വെച്ചത്? ഇതാ ഇങ്ങനെ അല്ലേ. തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ 3 എണ്ണം ഉണ്ടാക്കി. നമുക്ക് എത്ര വേണ്ടി വന്നുള്ളൂ? നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 എണ്ണം വേണ്ടി വന്നുള്ളൂ അല്ലേ. 10 എണ്ണം വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഇവിടെ വ്യത്യാസം എത്ര ഉണ്ട്? വ്യത്യാസം 2. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഡിനോട്ടിംഗ് ദി നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആസ് എസ് ആൻഡ് ദി ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് യൂസ്ഡ് ഇൻ ദി ടു വേസ് ആസ് ഡി. ഹൗ ഡു വി റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ എസ് ആൻഡ് ഡി? ഇതാണ് ചോദ്യം. അതായത് ഈ സമചതുരങ്ങളുടെ എണ്ണം, ഈ സമചതുരങ്ങളുടെ എണ്ണം എന്താക്കി എടുക്കുക? എസ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ ഈ തീപ്പെട്ടിക്കോലുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ഈ വ്യത്യാസം നമുക്ക് ഡി ആക്കി എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ എസും ഡിയും തമ്മിലുള്ള ബന്ധം നമ്മൾ എങ്ങനെ എഴുതും? ഇതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ സ്ക്വയറിന്റെ നമ്പർ ഇല്ലേ, സ്ക്വയർ, അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? എസ് ആണെന്ന് കൊടുക്കുന്നു അല്ലെ. ഇത് നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു. ഈ ഡിഫറൻസ് നമ്മൾ ഡി ആണെന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ വ്യത്യാസം തീപ്പെട്ടികളുടെ വ്യത്യാസം 0, 2 സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ തീപ്പെട്ടികളുടെ വ്യത്യാസം 1, 3 സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ തീപ്പെട്ടികളുടെ വ്യത്യാസം 2. കണ്ട, 1 കുറഞ്ഞു പോകുന്നു അല്ലേ. ഇപ്പോൾ 1 ആണെങ്കിൽ 0, 2 ആയപ്പോൾ 1, 3 ആയപ്പോൾ 2. അപ്പോൾ 4 സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ എത്ര വ്യത്യാസം വരും? 3 വ്യത്യാസം വരും അല്ലേ. അതായത് എത്രയാണ്? സ്ക്വയറിന്റെ എണ്ണത്തേക്കാൾ 1 കുറവായിരിക്കും എന്ത്? ഡിഫറൻസ് അല്ലേ. ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത് എഴുതിക്കൂടെ? ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് അല്ലെ. അതായത് തീപ്പെട്ടിക്കോലുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, ഈ സ്ക്വയറിന്റെ എണ്ണം, അതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 1 കുറച്ചാൽ മതി. കണ്ട, അപ്പൊ 3 സ്ക്വയർ ആണെങ്കിൽ 2 ആയിരിക്കും. അപ്പൊ 3ൽ നിന്ന് 1 കുറയ്ക്കുക അല്ലെ. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഇവിടെ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് അല്ലെ. മാച്ചിസ്റ്റിക്സ് എന്തെന്ന് കൊടുക്കുക? നമ്മൾ ഡി എന്ന് കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എന്ന് കൊടുക്കുന്നു. ഇനി നമ്പർ ഓഫ് സ്ക്വയേഴ്സിന് എന്ത് കൊടുക്കാൻ പറഞ്ഞു? നമ്മളോട് എസ് എന്ന് കൊടുക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിന് പകരം നമ്മൾ എസ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇതിന് പകരം നമ്മൾ ഡി എന്ന് കൊടുത്തു, ഇതിന് പകരം നമ്മൾ എസ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ഈസ് ഈക്വൽ ടു അല്ലെ മാച്ചിസ്റ്റിക്സ് അല്ലെ. ഡിഫറൻസ് ഇൻ ദി നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ്, തീപ്പെട്ടിക്കൊള്ളി തമ്മിൽ വ്യത്യാസത്തിൽ നമ്മൾ ഡി എന്ന് കൊടുത്തു. അപ്പൊ ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ എസ് എന്ന് കൊടുത്തു അല്ലെ. എസ് മൈനസ് എന്ത്? 1 അല്ലെ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം d ഈസ് ഈക്വൽ ടു എസ് മൈനസ് 1. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്കതിൽ മൂന്നാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദിസ് റിലേഷൻ. ഇവിടെ നമുക്കൊരു ബന്ധം കിട്ടിയല്ലേ, d ഈസ് ഈക്വൽ ടു എസ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ബന്ധം കിട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം നമ്മളോട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ, അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ 4 എണ്ണം വേണം, ഇവിടെ 4 എണ്ണം വേണം, ഇവിടെ 4 എണ്ണം വേണം അല്ലേ, ഓരോന്നിനും 4 എണ്ണം വേണം വേണ്ടേ? ഓക്കെ, ഇനി ഇതേ രൂപത്തിൽ വെക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്ക്വയർ വെച്ചു അല്ലേ, ആദ്യത്തെ തീപ്പെട്ടിക്കുള്ളിൽ 4 എണ്ണം വെച്ചു. പിന്നെ നോക്കിയാൽ പിന്നെ അടുത്ത് നമുക്ക് ഇങ്ങനെ 3 എണ്ണം വെച്ചാൽ മതി അല്ലേ. കാരണം ഇതെന്താ, ഇത് നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് വന്നു അല്ലേ. ഇപ്പൊ ഈ തീപ്പെട്ടിക്കുള്ളി 2 എണ്ണത്തിനും കോമൺ ആയി അല്ലേ. അപ്പൊ നമുക്ക് അത്ര എണ്ണം വെച്ചാൽ മതി. ഇവിടെ രണ്ടാമത്തെ സ്ക്വയർ വെക്കാൻ നമുക്ക് 3 തീപ്പെട്ടിക്കുള്ളി ആവശ്യമുള്ളൂ അല്ലേ. ഇനി അടുത്ത സ്ക്വയർ വെക്കാനോ, അവിടെയും നമുക്ക് നോക്കിയാൽ 3 തീപ്പെട്ടിക്കുള്ളി ആവശ്യമുള്ളൂ അല്ലേ. ഒന്ന് ഇത് അല്ലേ. അപ്പൊ ആദ്യത്തെ തീപ്പെട്ടിക്കുള്ളി ആദ്യത്തെ സ്ക്വയറിന് മാത്രം 4 എണ്ണം വേണം. പിന്നെ ഓരോന്നിനും എത്ര മതി, 3 3 3 3 വെച്ച് വരും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ തീപ്പെട്ടിക്കുള്ള ഡിഫറൻസ് അങ്ങനെ കിട്ടിയത്. നമുക്ക് എത്ര സ്ക്വയർ ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. കണ്ട, അപ്പോൾ ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, പക്ഷെ നമുക്ക് എത്ര അതിൽ നിന്ന് എത്ര കുറയ്ക്കണം, നമ്മൾ 1 കുറയ്ക്കണം അല്ലേ. അപ്പോൾ 2 കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും, 2 തീപ്പെട്ടിക്കുള്ളി ഇവിടെ നമുക്ക് കുറവ് മതി. അപ്പോൾ അത് നമുക്ക് റീസൺ ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം നോക്കിയേ, വെൻ ന്യൂ സ്ക്വയർ ഈസ് ആഡഡ് വൺ സൈഡ് ബിക്കം കോമൺ അല്ലേ. അപ്പോൾ പുതിയ ഒരു സ്ക്വയർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ വശം കണ്ട ഒരു സൈഡ് എന്താവും, കോമൺ ആയിട്ട് വരും, പൊതുവായിട്ട് വരും അല്ലേ. സോ ഈച്ച് ന്യൂ സ്ക്വയർ നീഡ്സ് ഓൺലി 3 മാറ്റ്സ്റ്റിക്സ്. അതുകൊണ്ട് ഓരോ പുതിയ സമചതുരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര തീപ്പെട്ടിക്കുള്ളി മതി, 3 തീപ്പെട്ടിക്കുള്ളി വെച്ച് മതി. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇതിന്റെ റീസൺ. അപ്പോൾ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം, ആദ്യത്തെ സമചതുരത്തിന്റെ കൂടെ പുതിയ സമചതുരം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു വശം പൊതുവശമാകുന്നു. അങ്ങനെ എഴുതാം. ആദ്യത്തെ സമചതുരത്തിന്റെ കൂടെ പുതിയ സമചതുരം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു വശം എന്തായി മാറുന്നു, ഒരു വശം പൊതുവശമാകുന്നു. അതുകൊണ്ട് ഓരോ പുതിയ സമചതുരം ഉണ്ടാക്കുവാനും 3 തീപ്പെട്ടിക്കുള്ളികൾ മാത്രം മതി. മനസ്സിലായില്ല. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. One kid uses 25 matchsticks to make squares in the second way. How many matchsticks would be needed to make the same number of squares in the first way? അല്ലേ. അപ്പോൾ നമ്മൾ 2 തരത്തിൽ സ്ക്വയേഴ്സ് ഉണ്ടാക്കി അല്ലേ. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ രീതി, ഇത് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ രീതി. അപ്പോൾ ഒരു കുട്ടി നോക്കിയാൽ ഈ രീതിയിൽ 25 എന്തുപയോഗിച്ചുകൊണ്ട്, തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ എന്തുണ്ടാക്കി, കുറച്ച് സ്ക്വയറുകൾ ഉണ്ടാക്കി. അപ്പൊ ഇവിടെ എത്രയാണോ സമചതുരം ഉണ്ടാക്കിയത് അത്രയും സമചതുരം ഇതേ രീതിയിൽ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ 25 തീപ്പെട്ടിക്കൊണ്ട് ഇതുപോലെ കുറെ സമചതുരം ഉണ്ടാക്കി. അത്ര സമചതുരം ഈ രീതിയിൽ വെച്ച് ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടിവരും ഇതേ രൂപത്തിൽ ഉണ്ടാക്കാൻ? ഇവിടെ എത്രയാണോ സമചതുരം ഉണ്ടാക്കിയത് അത്രയും സമചതുരം ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇതിനേക്കാൾ കൂടുതൽ തീപ്പെട്ടിക്കൊള്ളി ഇവിടെ വേണ്ടി വരും അല്ലേ. അപ്പൊ അത് എത്ര വേണ്ടി വരും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര അല്ലെ ഇതേ രീതിയിൽ എത്ര സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ഓർമ്മയില്ലേ? അപ്പൊ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് കിട്ടാൻ എന്ത് ചെയ്തു, നമ്മൾ നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സ് എത്ര തീപ്പെട്ടിക്കലുകൾ ഉണ്ടോ അതിൽ നിന്ന് 1 കുറച്ചിട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിന് നമ്മൾ ലെറ്റർ കൊടുത്തു അല്ലേ. എങ്ങനെ കൊടുത്തു, നമ്മൾ SC ഓർമ്മയുണ്ടോ? മാറ്റ്സ്റ്റിക്സിന്റെ എണ്ണം M എന്ന് കൊടുത്തു, M-1/3 അല്ലെ. എങ്ങനെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് മറിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ നോക്കി 25 തീപ്പെട്ടിക്കൊള്ളുകൾ ഉപയോഗിച്ചാണ് ഈ കുറെ സ്ക്വയർ ഉണ്ടാക്കിയത് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഇതേ രൂപത്തിൽ 25 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര സ്ക്വയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ. അപ്പൊ 25 തീപ്പെട്ടിക്കൊള്ളുകളാണ് ഉപയോഗിച്ചത്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് എത്ര സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലേ. അപ്പൊ നോക്കിയാൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മാറ്റ്സ്റ്റിക്സിനെ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എന്ത് കിട്ടും, ഇവിടെ എത്ര തീപ്പെട്ടിക്കോൾ ഉപയോഗിച്ചു, 25 എണ്ണം ഉപയോഗിച്ചു അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയേ, നമ്പർ ഓഫ് മാച്ചസ് തീപ്പെട്ടിക്കോളുകളുടെ എണ്ണം 25 കൊടുത്തു, അതിൽ നിന്ന് 1 കുറച്ചു, പിന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു, നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഹരിച്ചു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 25 1 പോയി കഴിഞ്ഞാൽ 24/3 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ 3ന്റെ ടേബിളിൽ എപ്പോഴാണ് 24 വരാം, 8 × 3 24 അല്ലേ. അപ്പൊ നമുക്കിവിടെ 8 എന്ന് കിട്ടി. അതായത് ഈ 25 തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ എത്ര സ്ക്വയർ ഉണ്ടാക്കി, 8 സ്ക്വയർ ഉണ്ടാക്കി അല്ലേ. 8 സ്ക്വയർ ഉണ്ടാക്കി, അത് മനസ്സിലായല്ലോ. ഇനി എന്താണ് ചോദ്യം,
ഈ 8 സ്ക്വയർ ഉണ്ടാക്കാൻ അല്ലെ, ഇവിടെ എത്ര സ്ക്വയർ ഉണ്ടാക്കിയോ അത്രയും സ്ക്വയർ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 8 സ്ക്വയർ ഉണ്ടാക്കി. അപ്പൊ 8 സ്ക്വയർ ഇതേപോലെ ഉണ്ടാക്കണമെങ്കിൽ എത്ര തീപ്പെട്ടിക്കൊള്ളി വേണ്ടി വരും? ഇവിടെ നോക്കിയാൽ ഒരു സ്ക്വയറിന് 4 തീപ്പെട്ടിക്കൊള്ളി അല്ലെ, ഇതിനും 4 ഇതിനും 4. അങ്ങനെയാണെങ്കിൽ 8 ഉണ്ടാക്കാൻ എന്ത് വരും? 8 ഇൻറ്റു 4 അല്ലെ, 8നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര തീപ്പെട്ടിക്കൊള്ളി വേണമെന്ന് കിട്ടും അല്ലെ. നമ്പർ ഓഫ് മാച്ച് സ്റ്റിക്സ് നീഡഡ് ടു മേക്ക് 8 സ്ക്വയേഴ്സ് ഇൻ ദി ഫസ്റ്റ് വേ. അതായത് ആദ്യത്തെ രീതിയിൽ, മലയാള മീഡിയക്കാർ എഴുതാം, ആദ്യത്തെ രീതിയിൽ 8 സമചതുരങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം എത്രയായിരിക്കും? നോക്കിയേ, 8 എണ്ണം ഉണ്ടാക്കണം അല്ലേ, ഒരെണ്ണം ഉണ്ടാക്കാൻ 4 എണ്ണം വേണ്ടേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 8 = 8 ഇൻറ്റു 4 അല്ലെ, 8 ഇൻറ്റു 4 32 തീപ്പെട്ടിക്കോലുകൾ നമുക്ക് വേണം. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.